അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ ദേ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായി. ഇനി നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അമ്പലത്തിലേക്കുള്ള വഴിപാടുകളൊക്കെ എഴുതിക്കാനുള്ള കൗണ്ടറിൽ നിൽക്കിയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഏട്ടായിക്ക് ഒരു പേഴ്സ് കിട്ടിയത്. ആ പേഴ്സിലാണെങ്കിൽ ആ പൈസയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ ആ പേഴ്സ് ആ കൗണ്ടറിൽ ഏൽപ്പിച്ച് ഉടമസ്ഥൻ വന്ന് മേടിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ തൊഴാനൊക്കെ കയറിയട്ടാ. തൊഴാൻ കയറുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അതിനുശേഷമുള്ള വീഡിയോസാണ്. പിന്നെ നേരെ പോയി പാൽപ്പായസം മേടിച്ച്, കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണല്ലോ പാൽപ്പായസം. പാൽപ്പായസം മേടിച്ച് അമ്പലത്തിന് ചുറ്റും നടന്നപ്പോഴാണ് ഒരുപാട് കല്യാണങ്ങൾ നടപ്പുണ്ടായിരുന്നത്. കല്യാണം നോക്കിക്കണത് വേറൊന്നും കൊണ്ടല്ല കേട്ടാ, ഈ മണ്ഡപത്തിൽ വെച്ചായിരുന്നു എൻ്റെ ഏട്ടായിയുടെയും കല്യാണം നടന്നത്. അങ്ങനെ ഞങ്ങൾ 9 വർഷം ഒന്ന് പിന്നിലേക്ക് പോയിട്ടാ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാനാണ് കേട്ടോ. മസാല ദോശയാണ് ഞങ്ങളെല്ലാവരും കഴിച്ചത്. ഞങ്ങളിവിടെ 3 ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് കേട്ടോ. അതുകൊണ്ട് രാവും പകലും എല്ലാം ഗുരുവായൂരപ്പനെ കയറി തൊഴാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അമ്പലത്തിൽ ലേലം വിളി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ ഞങ്ങളും ആ ലേലത്തിലൊന്ന് പങ്കെടുത്തിട്ടാ. അങ്ങനെ ഞങ്ങൾ ലേലം വിളിച്ചെടുത്തതാണ് ഈ ചക്കകൾ. 5 ചക്ക 350 രൂപക്കാണ് കേട്ടോ ഞങ്ങൾ ലേലം ചെയ്തെടുത്തത്. ഞങ്ങളിവിടെ ചക്കക്ക് 1 കിലോന് 40 രൂപയൊക്കെ വില വരും. പിന്നെ ചക്ക നമ്മുടെ ഫേവറേറ്റ് ഒരു ഐറ്റവും കൂടിയാണല്ലോ. അപ്പോൾ വിട്ടുകളയുടെ അങ്ങനെയാണ് ഞങ്ങളിത് ലേലത്തിൽ പിടിച്ചത്. ഈ ലേലത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നുണ്ട്. നമ്മുടെ നന്ദോസ് ഫാമിലിയുടെ കാറ് അമ്പലത്തിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവരാനും കൂടി പറ്റി. അമ്പലക്കുളത്തിന്റെ സൈഡിൽ വരെയും കൊണ്ടുവരാനുള്ള പെർമിഷൻ ഉണ്ടാ നമുക്ക് കിട്ടിയത്. അങ്ങനെ വണ്ടി ദേ അമ്പലക്കുളത്തിന്റെ അടുത്ത് വരെയും കൊണ്ടുവന്നാണ് നമ്മൾ ചക്കകളെല്ലാം വണ്ടിയിലേക്ക് കയറ്റിയത് കേട്ടോ. ഈ ഒരു ഉരുളൻ ചക്ക കണ്ടിട്ടാണ് കേട്ടോ ലേലം വിളിക്കാനായിട്ട് ഞങ്ങൾ നിന്നത്. ഞങ്ങളിത് അമ്പലത്തിലേക്ക് കയറുന്ന സമയത്ത് അമ്പലത്തിന്റെ അവിടെ ഇരിക്കണത് കണ്ടായിരുന്നു. അന്നേരമേ അത് നോട്ടുവിട്ടതാണ്. പക്ഷെ ആ ചക്ക ഞങ്ങൾക്ക് തന്നെ ഭഗവാൻ തന്നിട്ട് വണ്ടിയിൽ ചക്കയൊക്കെ ആക്കി വണ്ടി തിരിച്ച് പാർക്കിങ്ങിൽ കൊണ്ടിട്ടതിന് ശേഷം പിള്ളേരതെ ഗുരുവായൂർ കേശവനെയും പത്മനാഭനെയും എല്ലാം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടാ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് റൂമിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ നേരെ അമ്പലത്തിലേക്കായിരുന്നു കേട്ടോ. അത്രയ്ക്കും തൊട്ടടുത്താണ് നമുക്ക് റൂം കിട്ടിയത്. ഇതിന് സ്പെഷ്യലായിട്ട് നമ്മൾ നന്ദി പറയേണ്ടത് ഷാജിച്ചേട്ടനോടും അമ്മൂനോടാണ്. അവരാണ് കേട്ടാ നമുക്കിവിടെ റൂം അറേഞ്ച് ചെയ്ത് തന്നത്. പിന്നെ പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ പോയിട്ടാ. ആ പോണ പോക്കിനാണ് ഇതേ ഈ തെടമ്പും നെറ്റിപ്പട്ടമൊക്കെ ചുറ്റി ആനനെയും എല്ലാം കണ്ടത്. കാണാൻ തന്നെ ഒരു പ്രത്യേകത ഭംഗിയായിരുന്നു കേട്ടാ. പിന്നെ ദേ ഊഞ്ഞാലാടണ ഉണ്ണിക്കണ്ണനും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു പോകുമ്പോഴാണ് അവിടെ ദേ സ്റ്റേജിൽ പിള്ളേരുടെ ഡാൻസുകൾ. കുറച്ചു നേരം പിന്നെ ഡാൻസ് കണ്ടു. പിന്നെ ഇവിടെ വെച്ച് നമ്മുടെ നന്ദൂസ് ഫാമിലിയിലെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റിയേട്ടാ. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.